ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBIയിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. ബിജു അദ്ദേഹത്തിന്റെ ആണെന്ന് പറഞ്ഞാണ് പല കാര്യങ്ങളും ക്ലെയിം ചെയ്തത്. അതൊന്നും എനിക്കറിയില്ല. സ്ഥാപനങ്ങൾ കൊച്ചിയിൽ എന്റെ പേരിൽ 3 സ്ഥാപനങ്ങളുണ്ട്. അത് ലീഗലായിട്ട് പോകുന്നതാണ്. അവിടെ അതിന് വേണ്ട സ്റ്റാഫുകളും ജോലി ചെയ്യാനും ഉണ്ട്. ബിജു രാധാകൃഷ്ണന് ഞാൻ അവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത്. അത് ഞാൻ CBIയിൽ വരെ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിനെ സംരക്ഷിക്കുന്നത് ഞാൻ തന്നെയാണ്. യെസ്, ബിജു രാധാകൃഷ്ണനെ സംരക്ഷിക്കുന്നത് താൻ തന്നെയാണ് എന്നാണ് നിഷ പറയുന്നത്. നിഷയ്ക്ക് അവിടെ സ്ഥാപനമുണ്ട് എന്ന് നിഷ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത MS അനീഷ് കുമാറിലേക്ക് തന്നെയാണ് ആദ്യം പോകേണ്ടതായി വരുന്നത്. അതായത് കേരളം ഞെട്ടുന്ന തരത്തിലുള്ള തട്ടിപ്പിന്റെ പുതിയ രൂപവും ഭാവവുമാണ് നമുക്ക് ബിജു രാധാകൃഷ്ണനിലൂടെ കാണാൻ സാധിച്ചത് എങ്കിൽ അനീഷ്, ബിജു രാധാകൃഷ്ണന് പിന്നിൽ ചിലർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. അവരിലേക്ക് നമ്മൾ എത്തുന്നതേയുള്ളൂ. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നത് ഈ അഭിഭാഷകയായ നിഷയാണല്ലോ. നമുക്ക് നിഷയുടെ ആ സംഭാഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നിഷയുടെ ഒരു പശ്ചാത്തലം എന്ത് എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ അനീഷ്? തീർച്ചയായും ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകയാണ് നിഷ കെ പീറ്റർ. നിരവധി കേസുകളിൽ അവർ ഹാജരായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, പ്രമാദമായ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി മാർട്ടിനായി കോടതിയിൽ ഹാജരായ അഭിഭാഷകയാണ് അവർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാർട്ടിന് വേണ്ടിയുള്ള അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ആ അപ്പീൽ ഫെബ്രുവരി മാസം പരിഗണിക്കാനായൊക്കെ മാറ്റിയിരിക്കുന്നു. അങ്ങനെ കാര്യമായി തന്നെ നിയമരംഗത്ത് നിൽക്കുന്ന ഒരു അഭിഭാഷകയാണ്. ഒപ്പം അവർക്കെതിരെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും കൊട്ടാരക്കര ഭാഗത്ത് കൊല്ലത്തൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇതേ തുടർന്ന് ബാർ കൗൺസിൽ അവരുടെ അംഗത്വം റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ആ അംഗത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്ത ഒരു സംഭവം കൂടി അടുത്ത കാലത്തായി ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഇത്തരം കളങ്കിതരായ ആളുകളോടൊപ്പം ചേർന്ന് സാമ്പത്തികപരമായ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന ഒരു ചരിത്രം അവർക്കുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ബിജു രാധാകൃഷ്ണനൊപ്പം ചേർന്നാണ് ഈ ഒരു സാമ്രാജ്യം നടത്തിക്കൊണ്ടിരുന്നത്. ഞാനൊരു ഇടപാടുകാരനായി ഈ ട്രസ്റ്റ് ഭാരവാഹികളുമായി ഈ ബിജുവിൻ്റെ സ്ഥാപനത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞിരുന്നത് ഈ CEO ബിജു രാധാകൃഷ്ണനാണ്, അല്ലെങ്കിൽ ബിജു സാറിൻ്റേതാണ് ഈ സ്ഥാപനങ്ങൾ, ബിജു ജോർജിൻ്റേതാണ് ഈ സ്ഥാപനം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരുന്നത്. ഒപ്പം ഒരു പങ്കാളിയായി ഈ ബിസിനസ്സിൽ പങ്കാളിയായി ഒരു അഭിഭാഷകയുണ്ട് എന്നും ആ സ്ഥാപനത്തിലുള്ള ആളുകൾ തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു. ബിജു രാധാകൃഷ്ണൻ്റെ വാക്കുകളിലും ഒരു ഇത്തരത്തിൽ, അതായത് ഉയർന്ന രീതിയിലുള്ള നിയമപരിജ്ഞാനമുള്ള ആൾ തൻ്റെ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ ഇടപാടുകാരിൽ പലരോടും പറഞ്ഞിരുന്നത് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ഒക്കെ വലിയ ഒരു അഭിഭാഷകനാണ്, അതായത് മണിക്കൂറിന് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ഒരു അഭിഭാഷകനാണ് താൻ എന്ന് ബിജു പറഞ്ഞിരുന്നു. വക്കീലിൻ്റെ ഒരു എംബ്ലം പതിച്ച കാറിലായിരുന്നു ബിജുവിൻ്റെ സഞ്ചാരം. വാഹനത്തിലെപ്പോഴും ഈ അഭിഭാഷകരിടുന്ന തരത്തിലുള്ള കോട്ട്, കറുത്ത കോട്ടൊക്കെ ഇട്ടാണ് പലപ്പോഴും ആളുകളെ കാണാൻ പോയിരുന്നതും. അതുകൊണ്ട് നിയമരംഗവുമായി വലിയ ബന്ധമുണ്ട് എന്ന ഒരു അവകാശവാദം തന്നെയാണ് ബിജു നടത്തിയത്. ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ, അല്ലെങ്കിൽ ഈ വാർത്തകൾ വന്ന അന്തരീക്ഷത്തിൽ ഈ നിഷ കെ പീറ്റർ എന്നെ ബന്ധപ്പെടുകയും തൻ്റെ സ്ഥാപനങ്ങളാണ് എന്ന് അവകാശപ്പെടുകയുമാണ് ചെയ്തത്. പിന്നീട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച രേഖകളിൽ നിന്നും നിഷ കെ പീറ്റർ തന്നെയാണ് ഈ 3 സ്ഥാപനങ്ങൾ, അതായത് പനമള്ളി നഗറിലെയും കാക്കനാട്ടെയും ഒപ്പം പ്രൊവിഡൻസ് റോഡിലെയും ഈ 3 സ്ഥാപനങ്ങളും അവരുടെ പേരിൽ തന്നെയാണ് ലൈസൻസ് എടുത്തിരിക്കുന്നത്. 2030 വരെ ആ ലൈസൻസ് കാലാവധി ഉണ്ട് എന്ന് ആ രേഖയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിന് പിന്നാലെയാണ് നമ്മൾ ഇന്നലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് തത്സമയ റിപ്പോർട്ടിങ്ങിനിടെ ഈ നിഷ പീറ്ററിൻ്റെ പേര് ഒരു ഇടപാടുകാരിൽ പണം നഷ്ടപ്പെട്ട റിൽഷാദ് പറയുകയും ഈ പറഞ്ഞതിലെ നിജസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാളെ നമുക്ക്
പുകമറയിൽ നിർത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് നിഷ കെ പീറ്റർ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് ഈ 3 സ്ഥാപനങ്ങളും തൻ്റെയാണ്, തൻ്റെ പേരിലാണ് ഈ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ ഈ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനാണ്. ബിജുവിനെ സംരക്ഷിക്കുന്നത് താനാണ്, ബിജുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് താനാണ് എന്നവർ പറയുന്നു. ബിജു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പോകാൻ ഇടമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ സംരക്ഷണം താൻ ഏറ്റെടുക്കുകയായിരുന്നു. തൻ്റെ ഒരു കക്ഷിയുടെ സംരക്ഷണം എന്ന രീതിയിൽ തന്നെ ഏറ്റെടുക്കുകയായിരുന്നു എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ഒരുപാട് രോഗങ്ങളൊക്കെ ബിജുവിനുണ്ട്. അതുകൊണ്ട് ഓരോ മാസവും മരുന്ന് വാങ്ങാൻ തന്നെ വലിയ പണം താൻ ബിജുവിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്തു. എന്തായാലും കൊല്ലത്ത് വീടുള്ളയാളാണ് ബിജു രാധാകൃഷ്ണൻ. വീട്ടിൽ കുടുംബത്തിൽ മറ്റ് ആളുകളുണ്ട്, അമ്മയടക്കം ആളുകളുണ്ട് എന്ന് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു മകനുണ്ടായിരുന്നു 2 വർഷം മുമ്പ്. ആ കുട്ടി 20 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി. അങ്ങനെയുള്ള ബിജുവാണ് സംരക്ഷിക്കാൻ ആളില്ല എന്ന പേരിൽ അഭിഭാഷക തന്നെ അയാളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. തീർച്ചയായും അവിടെ അനീഷ ഈ സൂചിപ്പിക്കുന്ന പോലെ ബിജു രാധാകൃഷ്ണൻ നേരത്തെ തട്ടിപ്പ് കേസിൽ പ്രതിയാവുകയും ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആൾ ആണ് എന്നത് നമുക്കറിയാം. ബിജു രാധാകൃഷ്ണന്റെ ആദ്യ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ വരികയും അങ്ങനെ കീഴ്ക്കോടതി ശിക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ആൾ ആണ് ബിജു രാധാകൃഷ്ണൻ എന്നതും നമുക്കറിയാം. ഒരു അഭിഭാഷക എന്ന നിലയിൽ സ്വാഭാവികമായും ഇത്തരം ആളുകൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നത് അവരുടെ പ്രൊഫഷനാണ്. പിന്നീട് നമുക്കറിയാം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവരെ കൈപിടിച്ചുയർത്തേണ്ടതും അനിവാര്യതയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പുറത്തുവിടുന്ന ഈ റിപ്പോർട്ട് എന്നത് അതേ സമാനമായ തരത്തിലുള്ള വലിയ തട്ടിപ്പിന് തന്നെ വീണ്ടും ബിജു രാധാകൃഷ്ണൻ കളം ഒരുക്കി എന്നതാണ്, പേരും രൂപവും ഭാവവും ഒക്കെ മാറ്റിക്കൊണ്ട്. അപ്പോൾ അവിടെയാണല്ലോ നിഷ ഇതിന് കൂട്ടുനിൽക്കുന്നത്. തൻ്റെ സ്ഥാപനമാണ്, തൻ്റെ ജീവനക്കാരനാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ തട്ടിപ്പ് സ്ഥാപനമാണോ നിഷ നടത്തുന്നത് എന്ന സംശയമല്ലേ ഉയരുന്നത്? തീർച്ചയായും തട്ടിപ്പ് സ്ഥാപനമാണ് നടത്തുന്നത് എന്നത് ബിജു രാധാകൃഷ്ണൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി. അതായത് ലോകം മുഴുവൻ കണ്ടു ബിജു രാധാകൃഷ്ണൻ നടത്തിയ അവകാശവാദങ്ങൾ. അയാൾ പറയുന്നത് ലക്ഷങ്ങളുടെയും ആയിരങ്ങളുടെയും കണക്കൊന്നുമല്ല, കോടികളുടെ കണക്കുകളാണ്. 4000 കോടി, 1500 കോടി, 3000 കോടിയൊക്കെയാണ്. അതായത് അമൃതാനന്ദമയി മഠത്തിൻ്റെ കീഴിലുള്ള ആശുപത്രി ഫണ്ട് ചെയ്തത് താനാണ് എന്ന് ബിജു രാധാകൃഷ്ണൻ പറയുന്നു. യോഗി ആദിത്യനാഥുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നു. കേന്ദ്രമന്ത്രിമാരുമായി BJPയുടെ ഉന്നത നേതാക്കളുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് പറയുകയും ഇത്തരം ചിത്രങ്ങൾ ഈ ഇടപാടുകാരെ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ന്യായമായും വലിയ ഉന്നതരായ നേതാക്കളോടൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ആരും വിശ്വസിച്ചു. പ്രത്യേകിച്ചും തമിഴ്നാടും കർണാടകത്തിൽ നിന്നുമൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഇവിടേക്ക് വന്നപ്പോൾ അവരെയൊക്കെ വലയിൽ വീഴ്ത്തിയത് ഇതാണ്. അതായത് നിയമാനുസൃതമായാണ് താൻ സ്ഥാപനം നടത്തുന്നതെന്ന് എത്ര ആവർത്തിച്ചാലും ഈ നിഷ കെ പീറ്റർക്ക് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് മറുപടി പറയാനുണ്ടാവും? 15 വർഷം മാഞ്ചസ്റ്ററിലെ CEO ആയിരുന്ന താൻ അടുത്ത കാലത്താണ് കേരളത്തിലേക്ക് മടങ്ങി വരുന്നത് എന്ന് പറയുമ്പോൾ ഏതാനും വർഷങ്ങൾ മാത്രമാണ് ബിജു ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ആൾ. നമുക്കറിയാം സോളാർ കമ്മീഷൻ സിറ്റിങ്ങിൽ ഓരോ ദിവസവും വന്ന ശേഷം ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ജയിലിലേക്ക് പോയ ആളാണ്. അല്ലെങ്കിൽ CD ഉണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കാര്യങ്ങൾ കമ്മീഷനെ അറിയിക്കുകയും വലിയ മാധ്യമ പടയടക്കം സോളാറിൻ്റെതുമായി ബന്ധപ്പെട്ട CD എടുക്കാൻ കോയമ്പത്തൂരിലേക്ക് പോയ കഥയൊക്കെ നമുക്കറിയാം. അങ്ങനെ തട്ടിപ്പുകളുടെ ഒരു ഘോഷയാത്ര തന്നെ നടത്തിയ ആളാണ്. ഇപ്പോഴും ആ തട്ടിപ്പ് തുടരുന്നു. നമ്മൾ കൂടുതൽ ആളുകളുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഇടങ്ങളിൽ നിന്നും നമുക്ക് കോളുകൾ വരുന്നുണ്ട്. തട്ടിപ്പിന് വിധേയരായ ആളുകൾ ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നുമൊക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സമാനതകളില്ലാത്ത ഒരു തട്ടിപ്പായി തന്നെ ഇത് മാറുന്നു. ഒരുപാട് പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട്. ഒപ്പം ഈ സ്ഥാപനത്തിന് കീഴിൽ പണിയെടുത്ത ജീവനക്കാർ പോലും പലരും അറിയുന്നത് ഇത് ബിജു രാധാകൃഷ്ണനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ തട്ടിപ്പ് നടത്തിയ ആളാണെന്ന് പോലും അറിയുന്നത് നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ്. അങ്ങനെയുള്ള പലരും പോലും നമ്മളോട് ബന്ധപ്പെടുകയും ഈ സ്ഥാപനത്തിൽ നടന്നു വന്ന കാര്യങ്ങൾ, അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളടക്കം ഇത്തരം ഈ പല ഓഫീസുകളിലും അല്ലെങ്കിൽ ബിജുവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ പോലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് ചെറിയ ഒരു കുറ്റകൃത്യം എന്ന രീതിയിൽ ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. വലിയ സമ്മിറ്റുകൾ പലപ്പോഴും കേരളത്തിന് പുറത്ത് നടത്തിയിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ ഒരു സമ്മിറ്റ് നടത്തി, കോയമ്പത്തൂരിലൊരു സമ്മിറ്റ് നടത്തി, കോയമ്പത്തൂരിലൊരു സമ്മിറ്റ് നടത്തിയിരുന്നു. ആദ്യം പോണ്ടിച്ചേരിയിൽ സൗജന്യമായാണ് ഈ സമ്മിറ്റ്, അതായത് CSR സമ്മിറ്റ് എന്ന പേരിൽ നടത്തിയതെങ്കിൽ കോയമ്പത്തൂരിൽ എത്തിയപ്പോഴേക്കും അല്ലെങ്കിൽ മധുരയിൽ എത്തിയപ്പോഴേക്കും
5000 രൂപ പണം അടയ്ക്കുന്നവർക്ക് മാത്രമാണ് ആ സമ്മിറ്റിലേക്ക് പ്രവേശനമുണ്ടായിരുന്നത്. ആ യോഗത്തിൽ ഒരു ഓഡിറ്റോറിയം നിറഞ്ഞ് ആളുകൾ ഇരിക്കുന്നു. നമുക്കറിയാം, ഒരു 20 പേർ പങ്കെടുത്താൽ പോലും 1 ലക്ഷം രൂപ രജിസ്ട്രേഷൻ ഇനത്തിൽ മാത്രം കിട്ടുന്ന ആ സാഹചര്യത്തിൽ ഒരു ഓഡിറ്റോറിയം നിറഞ്ഞിരുന്നാൽ എത്ര പണം കിട്ടുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഒപ്പം എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, ഹോമിയോ കോളേജുകൾ, അങ്ങനെ നിരവധി കോളേജുകളുടെ ഉടമകൾ അല്ലെങ്കിൽ ഈ ഇത്തരം സ്ഥാപനങ്ങൾ കൈവശമുള്ള ട്രസ്റ്റ് ഭാരവാഹികളൊക്കെ ആ സമ്മിറ്റിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എത്ര പേർക്ക് അവിടെ പണം നഷ്ടമായതിനെക്കുറിച്ച് ഊഹിക്കാൻ പോലും കഴിയാത്ത കണക്കുകളാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ പുറത്തേക്ക് പോരും. അതുകൊണ്ട് ലക്ഷണമൊത്ത ഒരു തട്ടിപ്പ് തന്നെയാണ് ഇവിടെ ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. അതിനെ എത്ര നിഷ കെ പീറ്റർ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല. ഇത്തരം ഒരു തട്ടിപ്പ് നടത്തുന്ന ആൾ അല്ലെങ്കിൽ ഇത്തരം കപട വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരാളാണ് തൻ്റെ ജീവനക്കാരൻ, അല്ലെങ്കിൽ തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ഇയാൾ എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിൽ ഇയാൾ നടത്തിയ തട്ടിപ്പിൻ്റെ ഉത്തരവാദിത്തം നിഷ കെ പീറ്റർക്കുമുണ്ട്. അതിൽ നിന്നും ആ ഉത്തരവാദിത്തത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മളെ കോടതിയിൽ കണ്ടോളാം, എൻ്റെ വഴി നീതിയുടെ വഴിയാണ്, കോടതിയിൽ വെച്ച് നേരിടാമെന്നൊക്കെ പറയുമ്പോഴും ഈ തട്ടിപ്പിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അല്ലെങ്കിൽ ബിജു രാധാകൃഷ്ണൻ നൽകുന്ന കപട വാഗ്ദാനങ്ങളിൽ നിന്നും എങ്ങനെ ഈ അഭിഭാഷകയ്ക്ക് മാറി നിൽക്കാൻ കഴിയും എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ പ്രസക്തമാകുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും അവിടെയാണ്. അതായത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.